കൃഷ്ണൻ ജനിച്ച കഥ അറിയാമോ? മധുരയിലെ ക്രൂരനായ രാജാവായിരുന്നു കംസൻ. തന്റെ സഹോദരിയായ ദേവകിയും വസുദേവനുമായുള്ള വിവാഹത്തിൽ അവരുടെ 8ാമത്തെ മകൻ കംസനെ കൊല്ലുമെന്ന് ഒരു അശരീരി കേട്ടു. ഇതിൽ ഭയന്ന കംസൻ അവരെ തടവിലാക്കി. ദേവകിയുടെ 6 കുട്ടികളെയും കംസൻ കൊന്നു. 7ാമത്തെ കുഞ്ഞിനെ ദൈവശക്തിയാൽ രോഹിണിയിലേക്ക് മാറ്റി. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അവരുടെ കുട്ടിയായി ജനിക്കുമെന്നും ജനിച്ച ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. അർദ്ധരാത്രിയിൽ കൃഷ്ണൻ ജനിച്ചു. ജയിലിന്റെ വാതിലുകൾ തനിയെ തുറന്നു. കൃഷ്ണനെ ഒരു കൊട്ടയിൽ വഹിച്ചുകൊണ്ട് വസുദേവൻ കൊടുങ്കാറ്റുള്ള രാത്രിയെ ധൈര്യത്തോടെ നേരിട്ടു. യമുന നദി മുറിച്ചുകിടക്കുമ്പോൾ അത് അത്ഭുതകരമായി 2ആയി പിരിഞ്ഞു. ശേഷ എന്ന സർപ്പം കൃഷ്ണനെ മഴയിൽ നിന്ന് രക്ഷിക്കാൻ പത്തി വിടർത്തി അനുഗമിച്ചു. വാസുദേവൻ, നന്ദ, യശോദ ദമ്പതികളുടെ വീട്ടിൽ എത്തി. അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. വസുദേവൻ കൃഷ്ണനെ അവിടെ കിടത്തി പെൺകുട്ടിയുമായി മധുരയിലേക്ക് മടങ്ങി. കുഞ്ഞ് ജനിച്ച വിവരം അറിഞ്ഞ കംസൻ എത്തി. കുഞ്ഞ് അവന്റെ പിടിയിൽ നിന്ന് വഴുതി ദേവിയായി മാറി. നിന്റെ അന്തകൻ ഇതിനകം മറ്റൊരിടത്ത് ജനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇത് കംസനെ കോപാകുലനാക്കി.